ഇന്ന് ഒരു അമേരിക്കൻ ബഹിരാകാശ യാത്രികന്റെ അവിശ്വസനീയമായ റെക്കോർഡിനെ കുറിച്ച് സംസാരിക്കാം. ഫ്രാങ്ക് റൂബിയോ. അമേരിക്കൻ അസ്ട്രോനോട്ടുകളിൽ ഏറ്റവും ദീർഘമായ ഒറ്റ ബഹിരാകാശ സഞ്ചാരത്തിന്റെ റെക്കോർഡ് ഇപ്പോഴും അദ്ദേഹത്തിനാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഏകദേശം 371 ദിവസം, അതായത് ഒരു വർഷത്തിലേറെ അദ്ദേഹം ചെലവഴിച്ചു. 2022 സെപ്റ്റംബർ 21 തുടങ്ങി 2023 സെപ്റ്റംബർ 27 അവസാനിച്ച ഈ യാത്ര അദ്ദേഹത്തെ ഒരു ബഹിരാകാശ ഇതിഹാസമാക്കി. ഈ ദൗത്യം ആസൂത്രണം ചെയ്തത് 6 മാസത്തേക്ക് മാത്രമായിരുന്നെങ്കിലും അപ്രതീക്ഷിത സാഹചര്യങ്ങൾ അതിനെ ദീർഘിപ്പിച്ചു. ഫ്രാങ്ക് റൂബിയോ ഒരു അമേരിക്കൻ ഡോക്ടറും എഞ്ചിനീയറുമാണ്. 2022 നാസയുടെ ക്രൂ 5 ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോയത്. റഷ്യയുടെ സോയൂസ് MS-22 പേടകത്തിൽ അദ്ദേഹവും 2 റഷ്യൻ യാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. 6 മാസം കഴിഞ്ഞ് തിരിച്ചെത്താൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും പേടകത്തിന്റെ കൂളന്റ് സിസ്റ്റത്തിൽ ഒരു ചോർച്ച കണ്ടെത്തി. ഈ സാങ്കേതിക തകരാർ കാരണം സോയൂസ് പേടകം തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഭൂമിയെ ഒരു ദിവസം 16 തവണ ചുറ്റുന്ന ഈ പാതയിൽ അദ്ദേഹം 5963 തവണ ഭ്രമണപഥം പൂർത്തിയാക്കി. ഏകദേശം 157 മില്യൺ മൈൽ സഞ്ചരിച്ചു. അത് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് 328 തവണ പോയി വന്നതിന് തുല്യമാണ്. അമേരിക്കൻ അസ്ട്രോനോട്ടുകളിൽ മുമ്പ് ഏറ്റവും ദീർഘമായ റെക്കോർഡ് സ്കോട്ട് കെല്ലിക്കായിരുന്നു 340 ദിവസം. റൂബിയോ അതിനെ മറികടന്നു. പക്ഷേ ലോക റെക്കോർഡ് ഇപ്പോഴും റഷ്യൻ യാത്രികനായ വലേറി പോളിയാഗോവിനാണ്. 437